പെട്രോളും ഡീസലിന്റെയും വിലയ്ക്ക് നമുക്കൊരു ഇലക്ട്രിക് കാർ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എം ജിയുടെ വിൻസർ ഇവിനെ കുറിച്ചാണ്. 9.99 ലക്ഷം രൂപ, അതായത് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് തന്നെ ഒരു ഇലക്ട്രിക് സബ് 4 മീറ്റർ ഒന്നുമല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടെ വലിപ്പമുള്ള, ഏകദേശം ക്രെറ്റയുടെയൊക്കെ വലിപ്പമുള്ള ഒരു ഇ വി വിത്ത് അൺലിമിറ്റഡ് വാറണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളെ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലുള്ള പ്രോസും കോൺസും, അതായത് അതിൻ്റെ ഗുണങ്ങളും കുറച്ച് ദോഷങ്ങളും കുറച്ച് ട്രാപ്പുകളും അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഈ ട്രാപ്പുകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കലിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്കും പുതിയ വീഡിയോയിലേക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ പറഞ്ഞു വന്നത് വിൻസർ ഇ വിനെ കുറിച്ചാണ്. സെപ്റ്റംബർ 11 തീയതിയാണ് വിൻസർ ഇ വിയുടെ പുതിയ ഒരു അവർ ലോഞ്ച് നടത്തിയിരിക്കുന്നത്. അതിന് ഇൻട്രൊഡക്ഷൻ ഓഫർ എന്ന് പറഞ്ഞത് 9.99 ലക്ഷം രൂപയ്ക്കാണ് ഒരു ഇ വി. അതായത് ഇ വി എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ ഇ വിയോ അങ്ങനെയൊന്നുമല്ല, ഇപ്പൊ 5 പോലെ ഒരു ഇ വി ഒന്നും അല്ല. 4 മീറ്ററിന് മേലെ വരുന്ന ഒരു ഇ വി, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിഡിലൻ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇ വി. അപ്പോൾ അതിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എം ജി മോട്ടോഴ്സ് ആണ്. അപ്പോൾ അതിലേക്ക് അത് കണ്ടപ്പോൾ പലരും, ഞാനടക്കമുള്ള പലരും, ഇ വിക്ക് സമയമായിട്ടില്ല, ഇ വി എടുക്കാൻ സമയമായിട്ടില്ല, അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷന് റേഞ്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പ്രൈസ് ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇ വി എടുക്കാൻ സമയമായിട്ടില്ല എന്ന് ചിന്തിക്കുന്ന പലർക്കും ഇന്ന് ഇ വി എടുത്താൽ കൊള്ളാന്നുള്ള രീതിയിലേക്ക് എത്തിച്ച് ആ രീതിയിൽ ചിന്തിപ്പിച്ച് ഒരു എം ജി മോട്ടോഴ്സിന്റെ വിൻസർ ഇ വിയിലേക്ക് കുറിച്ചാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ. അതായത് മെയിനായിട്ട് പറയാനാണെങ്കിൽ അതിന്റെ കുറച്ച് ട്രാപ്പുകളുണ്ട്. അപ്പോൾ ഈ ട്രാപ്പുകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രാപ്പുകളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ പ്രൈസിങ് ആണ്. കാരണം 9.99 ലക്ഷം രൂപ, അതായത് 10 ലക്ഷം രൂപയ്ക്ക് 4 മീറ്ററിന് മേലെ നീളമുള്ളതും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ളതും ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ളൊരു ഇ വി നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഇതിന്റെ കുറച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വിൻസർ ഇ വി എന്ന് പറയുന്ന വണ്ടികൾ നിങ്ങൾ പലരും അതിന്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വ്യൂളിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇവർ റീബാഡ്ജ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ വിൻസർ ഇ വി എന്ന് പറഞ്ഞിട്ട് എം ജി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മാരുതി വണ്ടി ഉണ്ടാക്കിയിട്ട് ടൊയോട്ട കൊടുക്കുന്നു, അവർ റീബാഡ്ജ് ചെയ്ത് ഇറക്കുന്നു, അതുപോലെ എംബ്ലം മാറ്റി വെച്ച് ഇറക്കുന്ന പോലെ തന്നെ ഇറക്കുന്ന. പക്ഷെ നമ്മളത് വ്യൂളിംഗ് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് അത് വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഇനിയിപ്പോൾ ആണെങ്കിൽ കൂടെ അത് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ 331 കിലോമീറ്റർ ആണ് ഇവർ റേഞ്ച് പറയുന്നത്. ബാക്കിയുള്ള കമ്പനികളൊക്കെ പോലെ എടുത്തു പറയുന്നില്ലെങ്കിലും പറയുന്നതിനെക്കാട്ടും 100 കിലോമീറ്റർ കുറച്ച് കിട്ടുന്ന കമ്പനികൾ പലതും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുപോലെയൊന്നുമല്ല, ഏകദേശം പറഞ്ഞ ലിമിറ്റ് തന്നെ കിലോമീറ്ററിന് റേഞ്ചിന് നമുക്ക് കിട്ടും എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നവരെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിൽ വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മാത്രമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അൺലിമിറ്റഡ് വാറണ്ടി പീരീഡ്. അപ്പോൾ അത് ആ ഒരു കാര്യമാണ് ഇ വി വാങ്ങാനായിട്ടും നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന കാര്യം. കാരണം നമ്മളിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് പെട്രോളോ അല്ലെങ്കിൽ ഡീസൽ കാറുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10 ലക്ഷം രൂപയിലൊന്നും കുറവുള്ള വണ്ടികൾ, ഈവൻ മൈക്രോ എസ് വിയോ പഞ്ചോ അങ്ങനെയുള്ള വണ്ടിയാണെങ്കിൽ കൂടെ 10 ലക്ഷത്തിന് മേലെ നിൽക്കും. കാരണം ഇന്നത്തെ വണ്ടികളുടെ വില എങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ കൂടെ ഒരു 8 ലക്ഷം രൂപ, ഒരു വാഗണർ ഒക്കെ ആണെങ്കിൽ 8-8.5 ലക്ഷം രൂപയൊക്കെ വാഗണറിന് തന്നെ വരും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇ വിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ കമ്പനി പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 1 വർഷത്തേക്ക് ചാർജിങ് ഫ്രീ ആണ്. പബ്ലിക് ചാർജിങ് ഫ്രീ ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ പബ്ലിക് ചാർജിങ് എന്നുള്ളത് നമ്മളിപ്പോൾ KSEBDയോ അങ്ങനെയുള്ള ചാർജിങ് സ്റ്റേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. പബ്ലിക്കായിട്ട് എം ജിയുടെ ഷോറൂംസിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാം. 1 വർഷത്തേക്ക് നമ്മൾ എത്ര ചാർജ് ചെയ്താലും അതിന് പൈസ ഒന്നും കൊടുക്കണ്ട, അത് ഫ്രീ ആണ് എന്നുള്ളതാണ് ഒരു കാര്യം ഇരിക്കുന്നത്. പിന്നെ അൺലിമിറ്റഡ് വാറണ്ടി, അത് ഫസ്റ്റ് ഓണർക്ക് മാത്രമാണുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സെക്കൻഡ്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു വണ്ടി എടുത്തു, ഞാനത് കുറച്ച് കഴിയുമ്പോൾ വിൽക്കുന്ന സമയത്ത് വാങ്ങുന്ന ആൾക്ക് ഈ വാറണ്ടി കിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ബാറ്ററി മാറേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വാറണ്ടി കട്ടാവും. അദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങിച്ചു വെക്കണം. പക്ഷെ ഞാൻ തന്നെയാണത് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാർ ഇപ്പോൾ ഒരു വണ്ടി മേടിക്കുമ്പോൾ ഒരു ചിലപ്പോൾ 8-10 വർഷം വരെയൊക്കെ അവർ മാക്സിമം കൊണ്ടു കിടക്കും. അതിൽ കൂടുതൽ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇ വിയുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്രോളോ ഡീസലോ കൊണ്ടു നടക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇ വിനെ കുറിച്ച് വരുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് ടൈം വാറണ്ടി സിംഗിൾ ഓണർക്ക്, അതായത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഓണർക്ക് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്.
പിന്നെ അതിൽ തന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇവർക്ക് തന്നെ ഇവർ ബൈബാക്ക് പോളിസി വെച്ചിട്ടുണ്ട്. അതായത് 6 വർഷത്തിനുള്ളിൽ അല്ല 5-6 വർഷമാണ് ഉള്ളിൽ വണ്ടി വിൽക്കുകയാണെങ്കിൽ വണ്ടിയുടെ 60% പൈസ കമ്പനി അഷ്യൂർഡായിട്ട് തിരിച്ചു തരും എന്നുള്ളതാണ്. അതിലും ഈ പറഞ്ഞ പോലെ നിബന്ധനകൾ ബാധകമായിരിക്കും. എന്നിരുന്നാൽ കൂടെ നമ്മളങ്ങനെ ബൈബാക്ക് കിട്ടുകയാണെങ്കിൽ അതും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ 10 ലക്ഷം രൂപയ്ക്ക് EV വാങ്ങുന്നത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇതിൽ ഇവർ എന്താ പറയുക, ഇപ്പോൾ ഒരു ബാറ്ററി അതല്ലെങ്കിൽ ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞൊരു പോളിസിയിലാണ് ഇവർ ഈ 10 ലക്ഷം രൂപയ്ക്ക് EV കൊടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, EV അതായത് ഇലക്ട്രിക് വണ്ടികൾ നമുക്ക് ഒരിക്കലും ഒരു 10 ലക്ഷം രൂപയ്ക്ക് അതും ഇത്രയും സ്പെക്ക് ഉള്ളതും ഇത്രയും വലിയൊരു വണ്ടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ബാറ്ററി നമുക്കൊരു റെന്റൽ ബേസിൽ, അതായത് ബാറ്ററി ആസ് എ സർവീസ്, അതായത് ബാസ് എന്ന് പറയും, റെന്റൽ ബേസിൽ അവർക്ക് കൊടുക്കാൻ പറ്റും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമ്മൾ 3.5 രൂപയാണ് 1 കിലോമീറ്ററിന് കമ്പനി ചാർജ് ചെയ്യുന്നത് ഈ ബാറ്ററി റെന്റൽ ആയതുകൊണ്ട്. അപ്പോൾ ഈ ബാറ്ററി നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൽ വേറൊരു പ്രശ്നം ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലും 5 രൂപ അല്ലെങ്കിൽ ഒരു 6 രൂപയൊക്കെ നമുക്ക് കിലോമീറ്ററിന് വരുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരു പോളിസി വെച്ചിട്ടുണ്ട്. അതായത് ചില കമ്പനികൾ ഒരു 4 ഫൈനാൻസിയേഴ്സിനെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവർ മാത്രമാണ് നിലവിൽ ഈ വിൻസർ EVക്ക് ഫൈനാൻസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവരുടെ പ്ലാനുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടിയുടെ വില മാത്രമാണ് ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഒരു ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വണ്ടിയുടെ വില വരും. അതിന് കൂടെ ടാക്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 12 ലക്ഷം രൂപയോളം അത് വരും. അപ്പോൾ അതിനുള്ള ഒരു EMIയും നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു 1500 കിലോമീറ്റർ പെർ മന്ത് ഓടുകയാണെന്നുണ്ടെങ്കിൽ 1500 × 3.5, അതായത് 5250 രൂപ എക്സ്ട്രാ ഈ ബാറ്ററിയുടെ റെന്റലായിട്ടും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഈ വണ്ടി ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 ലക്ഷം രൂപ അടുത്ത് വരും. പക്ഷെ നിലവിൽ MGയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ഓഫ് കോഴ്സ് അത് തീർച്ചയായിട്ടും വരുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നെക്സോൺ EVയോ അങ്ങനെയുള്ള വണ്ടികളുമായിട്ടുള്ള റേഞ്ചിലേക്ക് തന്നെ നമ്മൾ എത്തും. അപ്പോൾ ഈ ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 കമ്പനികൾക്കാണ്. ഒന്ന് ബജാജാണ് ഒന്ന് വരുന്നത്, ഒന്ന് ഹീറോ ഫിൻകോർപ്പ് എന്ന് പറയുന്ന കമ്പനിയാണ്, ഫിനാൻസ് കമ്പനിയാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് വിദ്യുത് ടെക് എന്ന് പറയും, വിദ്യുത് ടെക്. അതായത് പിന്നെ 4ാമത്തെ എന്ന് പറഞ്ഞാൽ എക്കോഫേ ആൻഡ് ഓട്ടോവേർഡ് ടെക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ 4 കമ്പനിക്ക് 4 പോളിസീസാണ് വരുന്നത്. അതിൽ ബജാജിന്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു പ്രൈസ് കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ 12 ലക്ഷം രൂപ വണ്ടിയുടെ പ്രൈസ് ആണെങ്കിൽ അത് നമ്മളൊരു 4-5 വർഷത്തേക്ക് EMI ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ EMI എമൗണ്ട് അടക്കുകയും വേണം. അതിൻ്റെ കൂടെ ഈ ബാറ്ററിയുടെ കൊടുക്കണം. ബാറ്ററിയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ബജാജിൻ്റെ എന്താണെന്ന് വെച്ചാൽ 1500 കിലോമീറ്റർ പെർ മന്ത് ഓടിയാലും ഇല്ലെങ്കിലും ഈ ഒരു എമൗണ്ട്, അതായത് 5250 രൂപ നമ്മൾ അവർക്ക് കൊടുക്കണം. അതിൽ വേറൊരു ഗുണമെന്ന് വെച്ചാൽ, ഇപ്പോൾ 1500 മേലെ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ 2000 കിലോമീറ്റർ ഓടി, അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 2000 × 3.5 എന്ന് വിചാരിക്കും. പക്ഷെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബജാജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ 1250 അല്ലെ 1500 കിലോമീറ്റർ ഓടിയതിൻ്റെ മാത്രം കൊടുത്താൽ മതി. എത്ര കൂടുതൽ ഓടിയാലും എത്ര കുറച്ച് ഓടിയാലും ഈ ഒരു എമൗണ്ട് ഫിക്സ്ഡ് ആയിട്ട് അവിടെ തന്നെ കിടക്കും. നമ്മൾ ഈ ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ. രണ്ടാമത് വരുന്നത് ഹീറോ ഫിൻകോർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതിലാണെങ്കിൽ 1500 എന്താ പറയുക മേലെ വരികയാണെന്നുണ്ട് വിചാരിക്കുക. നമ്മൾ 1500 കിലോമീറ്ററിന് മേലെ ഓടുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കൂടുതൽ ഏകദേശം അങ്ങനെ തന്നെ വരിക. അതായത് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കുക എന്നുള്ളതാണ്. അത് അവിടെ ഒരു ഫിക്സ്ഡ് ചാർജ് ആണ്. പക്ഷേ 1500 മേലെ വരികയാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കണം. തേർഡ് എന്ന് പറഞ്ഞാൽ എക്കോഫേ ആൻഡ് ഓട്ടോ വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു ഫൈനാൻസിയേഴ്സ് ആണുള്ളത്. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും ഇതുപോലെ തന്നെ 1500 നമ്മൾ ഫിക്സ്ഡ് ആയിട്ടൊരു എമൗണ്ട് ആണ്. പക്ഷേ 1500 മേലെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നുള്ളതാണ് അവരും ചെയ്യുന്നത്. നാലാമത്തെ തന്നെ വിദ്യുത് ടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മൾ ഓടുന്നത് മാത്രം അനുസരിച്ചിട്ട് പൈസ കൊടുക്കും. ഇപ്പോൾ 1500 അല്ല, നമ്മളിപ്പോൾ ഒരു 500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
അപ്പോൾ 500 ഇൻറ്റു 3.5 ഒരു 1500 2000 രൂപ താഴെ വരുള്ളൂ. അതാണ് അവരുടെ ഒരു പോളിസി വരുന്നത്. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്. അവരൊരു അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ അത് റീഫണ്ടബിൾ ആയിരിക്കും. അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് നമ്മൾ ഇത്ര രൂപ അവർക്ക് ആദ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് വേണം അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരു EV എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ EV വാങ്ങിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൈസിങ്ങിൽ ഫോർത്ത് വൺ ഇപ്പം നമ്മൾ വിദ്യുടെക് എന്ന് പറഞ്ഞ കമ്പനിയിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നണു. അപ്പോൾ അതിനൊരു അഡ്വാൻസ് എമൗണ്ട് അവർ ഓൾറെഡി ആദ്യം വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലോൺ എടുക്കുക അല്ലെങ്കിൽ അതൊരു ഫൈനാൻസ് ചെയ്യുമ്പോൾ വരുന്ന സംഭവങ്ങൾ. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ SBI എന്നോ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് എന്നോ എവിടെ ലോൺ എടുക്കാനും ഒന്നും പോസിബിൾ അല്ല. കാരണം ഇവരുമായിട്ട് ക്ലബ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബാറ്ററി പാക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവരുമായിട്ട് ക്ലബ് ചെയ്തിരിക്കുന്ന ഫൈനാൻസിയേഴ്സിൽ നിന്ന് മാത്രമേ നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ശരിക്കും നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രം അതിലേക്ക് എടുത്ത് ചാടാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഈ ലോണിങ് നമ്മൾ ഫൈനാൻസ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങൾ പലതും വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പലർക്കും സംശയം വരുന്ന ഒരു കാര്യമാണ് ഇത് എങ്ങനെയാണ് ഈ ബാറ്ററി, അതായത് നമ്മൾ ലൈഫ് ടൈം വണ്ടി വാങ്ങിച്ച മുതൽ ലൈഫ് ടൈം യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് 3.5 രൂപ വെച്ചിട്ട് പെർ കിലോമീറ്റർ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല അവർ പറയുന്നത്. ബാറ്ററിയുടെ പൈസ അവരൊരു ഫിക്സഡ്, അതായത് ബാറ്ററിക്ക് ഒരു പൈസ ഉണ്ട്. അപ്പോൾ അതിന് അവർ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത് എത്ര, ഇപ്പം നമ്മൾ 3 വർഷം കൊണ്ടാണ് അടച്ചു തീർക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ക് വെച്ചിട്ടാണ് അവർ 3.5 പൈസ ഒരു പെർ കിലോമീറ്റർ എന്നുള്ള രീതിയിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ബാറ്ററിയുടെ പൈസ അടച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി നമുക്ക് സ്വന്തമാണ്. അതിൽ നമ്മൾ വേറെ അടക്കേണ്ട അല്ലെങ്കിൽ ലൈഫ് ടൈം നമ്മളിങ്ങനെ അടച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ നമ്മൾ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ലോൺ എമൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ബജാജ് ഫിൻസർവിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. പലർക്കും തോന്നിയ പോലെ ഇൻട്രസ്റ്റ് കൂട്ടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ബാങ്ക്സ് ആണ്. ബാക്കിയുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എന്നിരുന്നാൽ കൂടെ കറക്റ്റായിട്ട് പോകുന്ന ഏതെങ്കിലും ബാങ്ക് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം അതിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ റെഡി ക്യാഷ് ആയിട്ട് നമുക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബാറ്ററി ഉൾപ്പെടെ 15 ലക്ഷം രൂപ അല്ലെങ്കിൽ 16 ലക്ഷം രൂപയ്ക്കുള്ളിൽ വണ്ടി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇത് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പലർക്കും പല രീതിയിലൊക്കെ ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഈ ബാങ്കുകൾക്കൊക്കെ ഇതുപോലത്തെ എസ്പെഷ്യലി ഇപ്പോൾ ബജാജ് പോലത്തെ ബാങ്കുകൾക്കൊക്കെ ആണെങ്കിൽ അവർ ഇടയ്ക്ക് വെച്ചിട്ട് ഇൻട്രസ്റ്റ് കൂട്ടുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമ്മളൊരു അഡ്വൈസിൽ ഇഫക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് ചെറിയൊരു പൈസ അല്ല, 10-15 ലക്ഷം രൂപയൊക്കെ വരുന്നൊരു കളിയാണ്. അപ്പം അതിൽ നമ്മൾ ചെന്ന് പെട്ടുപോകരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അത് ഉറപ്പാണെങ്കിൽ മാത്രമേ അതിന് ലോൺ എടുക്കാൻ നിൽക്കാൻ പാടുള്ളൂ. കാരണം വേറെ ഒറ്റ നാഷണലൈസ്ഡ് ബാങ്ക് പോലും ഈ ലിസ്റ്റിലില്ല എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രം ഒരു EV ഈ ഒരു പ്രൈസിന് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളി EV ആണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ടാറ്റ കേവ് ഒക്കെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള EV ആണ്. അപ്പോൾ അത് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നോർമൽ നാഷണലൈസ്ഡ് ബാങ്കൊക്കെ നമുക്ക് ലോൺ തരികയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് വരികയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഇന്നത്തെ ഒരു ലെവലിൽ നമ്മൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രം അതിലേക്ക് എടുത്തിയാൽ വണ്ടികളൊക്കെ നല്ലതായിരിക്കും. MG പറയുന്ന റേഞ്ചും കാര്യങ്ങളൊക്കെ MG കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 9.99 lakhsന് ഇതൊരു വർത്ത് ബൈ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അഡീഷണൽ ബാറ്ററിയുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ചിന്തിച്ചിട്ട് ഒരു EV എടുക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു പ്രൈസിങ്ങിൽ ഒരു പെട്രോളോ ഡീസലോ വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ മന്ത്ലി മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഇയർലി മെയിൻ്റെനൻസ് വരും. അതൊരു 6-7,000 രൂപ അങ്ങനെ വരും. പിന്നെ അത് കൂടാതെ അതിന് കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു EV ചൂസ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ
റെഡി ക്യാഷ് കൊടുത്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഈ ബാക്കിയുള്ള പൊല്ലാപ്പിൻ്റെ പുറകെ പോകണ്ട എന്നുള്ളതാണ്. അപ്പോൾ വിൻസർ ഇവിയുടെ നല്ലൊരു വീഡിയോ, അതായത് ഓൾറെഡി ഇപ്പോൾ ഒത്തിരി ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും സംശയമുള്ളത് ഇതിൻ്റെ ബാക്കിലുള്ള മറ്റേ കണ്ടീഷൻ സപ്ലൈ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ EV-മായിട്ടോ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ ആയിട്ടുള്ള വണ്ടികളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി ചോദിക്കാനായിട്ടൊരു വാട്സപ്പ് നമ്പർ നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോസിലേക്ക് കൊടുത്ത പോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. വണ്ടി വാങ്ങാനുള്ള സജഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പതിയെ നമ്മൾ ഒരു വണ്ടിയുടെ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് നല്ല വണ്ടികൾ നമുക്കറിയാവുന്നതും നല്ല രീതിയിൽ തന്നെ സർട്ടിഫൈ ചെയ്ത വണ്ടികൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അധികം വൈകാതെ തന്നെ. അപ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുക. ഫ്ലഡ് വണ്ടികളോ ആക്സിഡൻറ്റ് വണ്ടികളോ അങ്ങനെയുള്ള വണ്ടികളൊന്നും അല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അപ്പോൾ അത് വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ടും ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നതെങ്കിൽ ബാക്കിയുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമേറ്റ് 07 ചാനൽ. ബൈ.